ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഞാൻ ഉണ്ടല്ലോ 3 പഠിക്കുമ്പോൾ ഞാനായിരുന്നു ക്ലാസ് ലീഡറെ. അന്ന് നമ്മുടെ സ്കൂളിൽ എയോ ഡിയോ നമുക്ക് വരത്തില്ല, തലയെണ്ണാൻ വരുന്നു, അവർ വരുവാന്ന് പറഞ്ഞത്. അപ്പം നമ്മളോട് പറയില്ല ആരും ആബ്സെൻ്റ് ആവരുത്, മുടിയൊക്കെ കെട്ടി എല്ലാവരും നല്ല വൃത്തിക്ക് വരണം എന്നൊക്കെ പറയുന്ന ദിവസം. അങ്ങനെ ഞാൻ 3 പഠിക്കുമ്പോഴാണ്. അങ്ങനെ ഒരു ദിവസം ഞങ്ങളുടെ ക്ലാസ്സിൽ ഇങ്ങനെ അവർ വന്നു. ആ സമയം എൻ്റെ പേര് ശ്രീജയ എന്നല്ലേ. അപ്പം എനിക്ക് മുമ്പിലുള്ള ഷാനു എന്ന് പറയുന്ന എൻ്റെ ഒരു ഫ്രണ്ടാണ്. അവൾ വന്നു. പക്ഷെ അവളെ അപ്പുറത്തെ ക്ലാസ്സിൽ കൊണ്ട് മിസ് ഇരുത്തി. ഞങ്ങളുടെ എല്ലാവരും ഇരുന്ന സമയത്താണ് മിസ് ഷാനിനെ വിളിച്ച് അപ്പുറം കിട്ടുന്നത്. അപ്പം ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല എന്തിനാ കൊണ്ടുപോയെന്ന്. പെട്ടെന്ന് ഇവരിങ്ങനെ കയറി വന്നു, എല്ലാവരുടെ എണ്ണ എടുത്തു. എന്നിട്ട് പ്രസൻറ്റും ആബ്സെൻറ്റും വിളിക്കാം. അപ്പം നമുക്ക് മുമ്പിലുള്ള ആളില്ലെങ്കിൽ നമ്മൾ ആബ്സെൻറ്റ് പറയണല്ലോ. അപ്പം എൻ്റെ പേര് വിളിച്ചു, ഷാനിനെ വിളിച്ചു. ഞാൻ ഷാനു ആബ്സെൻറ്റ്, ശ്രീജ പ്രസൻറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ പുള്ളി ചോദിച്ചു, അതെന്താ ഷാനു ഫ്രണ്ട് എവിടെ പോയി, കൂട്ടുകാരി എവിടെ പോയി എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു അവളെവിടെ പോയില്ല, അവൾ അപ്പുറത്തെ ക്ലാസ്സിൽ പോയി ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. ഞാൻ അത്രേ പറഞ്ഞുള്ളൂ. പിന്നെ ഭയങ്കര വിഷയമായടാ അത്. എനിക്കറിയത്തില്ലായിരുന്നു അങ്ങനെ പറയാൻ പാടില്ല എന്നൊന്നും. നമ്മളടുത്ത് പറഞ്ഞിട്ടില്ല. എൻ്റെ അടുത്ത് ചോദിച്ചപ്പം ഞാൻ പറഞ്ഞു. അതായത് മറ്റേ പണ്ട് ഈ ക്ലാസ്സിൽ പിള്ളേർ തികഞ്ഞില്ല എന്നുണ്ടെങ്കിൽ വിഷയമാവുന്നതുകൊണ്ട് ഇപ്പം കുറച്ച് പൊക്കമുള്ള പിള്ളേരെയാണെങ്കിൽ 4ാം ക്ലാസ്സിൽ കൊണ്ടിരുത്തും. പൊക്കം കുറഞ്ഞ അങ്ങനെയൊക്കെ പരിപാടി ഉണ്ടായിരുന്നു. പിന്നെ അത് വലിയ വിഷയമായി. പക്ഷെ ഇപ്പോഴും ഞാനത് ഓർക്കുമ്പം ഞാൻ മനഃപൂർവ്വം അല്ലെങ്കിലും ഞാൻ കാരണം ഒരാൾക്കൊരു വിഷമമായല്ലോ എന്നൊരു ചിന്ത വരും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് പറയണേ.